ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം ജപമാല മാസമായി അറിയപ്പെടുന്ന മാസമാണ്. ഒക്ടോബർ 7-ാം തീയതി പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളാണ്. ലോകം മുഴുവനിലുള്ള മരിയ ഭക്തർക്ക്, ജപമാല ഭക്തർക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഒക്ടോബർ മാസം. പ്രത്യേകിച്ചും ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒക്ടോബർ 7-ാം തീയതി നമ്മളെല്ലാവരും തന്നെ ജപമാല എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലാൻ പരിശ്രമിക്കുന്നവരും ഒരുപക്ഷെ ഒന്നിലധികം ജപമാലകൾ ചൊല്ലുന്നവരുമാണ്. ഇത് കൂടാതെ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗമായി ജപമാല നമ്മൾ ചൊല്ലാറുമുണ്ട്. ജപമാല എന്ന പ്രാർത്ഥനയുടെ ഉത്ഭവവും ചരിത്രവും ദൈവശാസ്ത്ര വശങ്ങളും ഒക്കെ അറിഞ്ഞിരുന്നാൽ കുറെ കൂടെ തീക്ഷ്ണമായി ജപമാല ചൊല്ലാൻ ഒരു പക്ഷേ അത് നമ്മളെ സഹായിക്കുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ജപമാലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ തുടർച്ച, ചരിത്രം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ചതിൻ്റെ പുറകിലെ ചരിത്രവും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജപമാല പേര് സൂചിപ്പിക്കുന്നത് പോലെ ജപം നടത്താൻ ഉപയോഗിക്കുന്ന മാല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു കാര്യം ഓർക്കുക, മിക്കവാറും എല്ലാ മതങ്ങളിലും തന്നെ ചെറിയ പ്രാർത്ഥനകൾ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഹൈന്ദവ മതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഇസ്ലാം മതത്തിലും അങ്ങനെ മിക്കവാറും എല്ലാ മതത്തിലും തന്നെ ഏതെങ്കിലും ഒരു കൊച്ചു പ്രാർത്ഥന, നമുക്കതിനെ സുഹൃത ജപം എന്ന് വേണമെങ്കിൽ വിളിക്കാം, ആവർത്തിച്ച് ചൊല്ലുന്നു. എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നത്? ചൊല്ലും തോറും അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അതിൻ്റെ രഹസ്യാത്മകത ധ്യാനിച്ച് കഴിയുന്നത്ര അതിൽ ആഴപ്പെടാനും പ്രാർത്ഥനാനുഭവം സ്വന്തമാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ പ്രാർത്ഥനകൾ ആവർത്തിച്ച് ചൊല്ലുന്ന രീതി ഉള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജപമാലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ടാകും, 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക് എന്ന പുണ്യാത്മാവിന് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് ജപമാല സമ്മാനിച്ചു എന്നതാണ് നമ്മൾ കൂടുതലും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ജപമാലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉത്ഭവ ചരിത്രം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 1214 ഡൊമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുകയും ജപമാല സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പരമ്പരാഗതമായി വിശ്വസിച്ച് വരുന്ന കാര്യം തന്നെയാണ്. എന്നൊരു കാര്യം ഓർക്കുക, അതിനു മുൻപ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ജപമാല പ്രാർത്ഥന രീതി കത്തോലിക്ക തിരുസഭയിൽ ഉണ്ടായിരുന്നു. നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്ന ജപമാല പ്രാർത്ഥനയ്ക്ക്, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗം തെളിവും അംഗീകാരവും കൊടുത്ത സംഭവമായിട്ടാണ് നമ്മൾ 1214 ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് ജപമാല കൊടുത്തതായി, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയെക്കുറിച്ച് മാതാവ് വെളിപ്പെടുത്തിയതായി അതിൻ്റെ ഒരു സ്ഥിരീകരണം എന്ന നിലയിലാണ് നമ്മൾ ഈ സംഭവത്തെ മനസ്സിലാക്കേണ്ടത്. കാരണം 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് മേരിയുടെ സങ്കീർത്തനം എന്ന പേരിലൊരു പുസ്തകം. വിശുദ്ധ എലിജിയസ് എഴുതിയ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: 150 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിന്റെ എണ്ണം പിന്തുടരുവാൻ പ്രാർത്ഥനാമണികൾ ഉപയോഗിക്കുന്ന കാര്യം ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. 150 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിന്റെ എണ്ണം പിന്തുടരുവാൻ പ്രാർത്ഥനാമണികൾ ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു പരാമർശം ഈ പുസ്തകത്തിൽ 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട, അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഈ പുസ്തകത്തിൽ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കാലഘട്ടത്തിന് മുൻപ് തന്നെ 150 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം ആവർത്തിക്കുന്ന ഒരു രീതി കത്തോലിക്ക തിരുസഭയിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതേക്കുറിച്ച് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മേരി വിജ്ഞാനീയം പഠിപ്പിക്കുന്നവരും പഠിച്ചിട്ടുള്ളവരും ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യ കാലഘട്ടങ്ങളിൽ, സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തീർച്ചയായിട്ടും മരിയ ഭക്തി ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള തീവ്രമായ ഭക്തിയും സ്നേഹവും ആദരവും ഉണ്ടായിരുന്നു. കാരണം ആ കാലഘട്ടത്തിലെ സഭാപിതാക്കന്മാർ മറിയത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ അമ്മയോട് ഭക്തി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം.
പക്ഷെ ജപമാല ഇന്ന് കാണുന്ന വിധത്തിലുള്ള പ്രാർത്ഥനാ രീതി ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അത് മധ്യകാലഘട്ടം, മധ്യയുഗത്തിലാണ്, മിഡീവൽ ഏജിലാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം, ഈ മധ്യയുഗം എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത്? നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മിഡീവൽ ഏജ് ആയി, മധ്യ കാലഘട്ടമായി അറിയപ്പെടുക. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം വെസ്റ്റ് യൂറോപ്യൻ എംപയറിന്റെ, റോമൻ സാമ്രാജ്യത്തിന്റെ, പടിഞ്ഞാറ് റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ച ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ആ കാലഘട്ടം മുതലുള്ളതിനെ നമ്മൾ മധ്യ കാലഘട്ടം, മിഡീവൽ ഏജ് എന്നൊക്കെയാണ് അറിയപ്പെടുക. ആ കാലഘട്ടം മുതൽ തന്നെ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നതായി നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ, മേരി വിജ്ഞാനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ആരംഭിക്കുന്ന വിധം ആ കാലഘട്ടങ്ങളിലെ സന്യസ്തര്, ക്രിസ്തീയ സന്യാസികള് 150 സങ്കീർത്തനത്തിൽ 150 പുസ്തകം അല്ലെ 150 അധ്യായങ്ങൾ, ഇത് ഓരോ ദിവസവും അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കിയിരുന്നു. എല്ലാ ദിവസവും 150 സങ്കീർത്തനങ്ങളും ചൊല്ലിയിരുന്നു. പിന്നീട് ഇങ്ങനെ ചൊല്ലുമ്പോൾ വിദ്യാസമ്പന്നരായ സന്യാസികൾക്ക് വായിക്കാനും അങ്ങനെ വായിച്ചിത് ചൊല്ലുവാനും സാധിച്ചിരുന്നു. എന്നാൽ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവർ അല്ലെങ്കിൽ അക്ഷരാഭ്യാസമുള്ളവർ, പ്രത്യേകിച്ചും ആ കാലഘട്ടങ്ങളിൽ അവർക്ക് ലഭ്യമായ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഷ ഒരുപക്ഷെ അവർക്ക് വായിക്കാൻ പറ്റുന്ന ഭാഷയാകണമെന്നില്ല. കാരണം ബൈബിള് പല ഭാഷകളിലേക്കും മാതൃഭാഷകളിലേക്കും ഒക്കെ തർജ്ജമ ചെയ്യുന്നത് ഒരുപാട് കാലഘട്ടങ്ങൾക്കൊക്കെ ശേഷമാണല്ലോ. ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകം, ആദ്യ കാലഘട്ടങ്ങളിൽ ബൈബിൾ എഴുതപ്പെട്ടത് ഗ്രീക്കിലും ഹീബ്രു ഭാഷയിലും ആയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പല സന്യാസികൾക്കും, ഈ ഭാഷ അറിയാത്ത സന്യാസികൾക്ക് ഈ സങ്കീർത്തനം ചൊല്ലുവാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർ ഈ സങ്കീർത്തനം ചൊല്ലിയ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ അക്ഷരജ്ഞാനമുള്ള സന്യാസികൾ 150 സങ്കീർത്തനങ്ങൾ ചൊല്ലിയിരുന്നപ്പോൾ അക്ഷരാഭ്യാസമില്ലാതിരുന്ന, വിദ്യാഭ്യാസമില്ലാതിരുന്ന സന്യാസികൾ അവര് അതിന് പകരമായി 150 തവണ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന ഒരു രീതി ആരംഭിച്ചു. അപ്പൊ 150 സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നതിന് ഒരു സാധർമ്മ്യമുള്ള, അതിന് പകരമായി എന്ന രീതിയിൽ ആരംഭിച്ച പ്രാർത്ഥനയായിരുന്നു 150 തവണ കർത്തൃ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഇത് പിന്നീട് ഈ പ്രാർത്ഥനയോട് സാധർമ്മ്യം പ്രാപിച്ച് ആരംഭിച്ച ഒരു പ്രാർത്ഥന രീതി ആയിരുന്നു 150 തവണ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന പ്രാർത്ഥന ചൊല്ലുന്ന രീതി. അങ്ങനെ ഒരു പ്രാർത്ഥന വരുന്നതിന്റെ കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ രക്ഷാകര വചനം, രക്ഷാകര വെളിപ്പെടുത്തലിന്റെ ആദ്യ വചനമായി, രക്ഷയുടെ ആദ്യ വചനമായി അറിയപ്പെടുന്ന വചനമാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തെ മംഗളവാർത്ത അറിയിക്കുമ്പോൾ പറയുന്ന വാക്യങ്ങളാണിത്. അങ്ങനെ 150 തവണ ഈ രക്ഷയുടെ ആദ്യ വചനം ആവർത്തിക്കുന്ന ഒരു രീതി നിലവിൽ വന്നു. കാലഘട്ടങ്ങൾ പുരോഗമിക്കും തോറും ഈ പ്രാർത്ഥനയിൽ വ്യത്യാസങ്ങൾ കുറെയൊക്കെ വരാനായിട്ട് തുടങ്ങി. 150 തവണ തുടർച്ചയായി നന്മ നിറഞ്ഞ മറിയം ആവർത്തിച്ചിരുന്നത് കുറെ കഴിഞ്ഞപ്പോൾ 50 വീതമുള്ള 3 ഗ്രൂപ്പായി മാറുകയും, അല്ലെങ്കിൽ 50 വീതം 3 തവണയായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു രീതി ആരംഭിച്ചു. മാത്രമല്ല ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ചൊല്ലിയിരുന്നപ്പോൾ ആരംഭത്തിൽ സങ്കീർത്തനങ്ങൾ ചൊല്ലിയതിന് ശേഷമാണ്, സങ്കീർത്തനം ഒരു പ്രാരംഭ പ്രാർത്ഥന പോലെ ചൊല്ലിയതിന് ശേഷമാണ് ഇത് പിന്നീടുള്ള നന്മ നിറഞ്ഞ മറിയമേ 150 തവണ ചൊല്ലിയിരുന്നത്. കുറെ നാളുകൾ കഴിയുമ്പോൾ അതിന് വീണ്ടും രൂപമാറ്റമൊക്കെ സംഭവിച്ച് 10 തവണ ചൊല്ലുന്നൊരു രീതി, 10 തവണ അങ്ങനെ 5 പ്രാവശ്യം ആവർത്തിക്കുകയും അത് പിന്നീട് × 3 അങ്ങനെ 150 തവണ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി പിന്നീട് നിലവിൽ വരാൻ തുടങ്ങി. 10 തവണ ആവർത്തിക്കുമ്പോൾ അതിന് ഓരോന്നിന്റെയും ആരംഭത്തിൽ സങ്കീർത്തനം ചൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ സങ്കീർത്തനത്തിന് പകരം സ്വർഗസ്ഥനായ എന്ന പിതാവ് പ്രാർത്ഥന ചേർക്കുകയും 10 നന്മ നിറഞ്ഞവരെയും കഴിയുമ്പോൾ ത്രിത്വസ്തുതി, പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി എന്ന പ്രാർത്ഥന ചേർക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകും തോറും ജപമാല പ്രാർത്ഥനയിൽ രൂപമാറ്റം സംഭവിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ പതുക്കെ അത് രൂപപ്പെടാനായിട്ട് തുടങ്ങി. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇംഗ്ലീഷിൽ റോസറി എന്ന വാക്കാണ് നമ്മൾ ജപമാലയെ ഉദ്ദേശിച്ച് പറയാറ്. റോസറി ഇതെങ്ങനെ ഉണ്ടായത് എന്നുകൂടെ അറിയണം, നല്ലതായിരിക്കും. ഓരോ തവണ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി അങ്ങനെ 150 തവണ ചൊല്ലി കഴിയുമ്പോൾ ഒരു റോസാപ്പൂവ് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു രീതി ആരംഭിച്ചു. അങ്ങനെ പലതവണ ഇത് ചൊല്ലി റോസാപ്പൂക്കൾ ഒരുപാടായി കഴിയുമ്പോൾ ആ റോസാപ്പൂവ് കൊണ്ടൊരു മാല കോർത്ത് റോസാപ്പൂക്കളുടെ ആ മാല പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൽ അല്ലെങ്കിൽ തിരുസ്വരൂപത്തിൽ ചാർത്തുന്ന ഒരു രീതി സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു രീതി ആരംഭിച്ചു.
ഇത് വളരെയധികം പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം തന്നെ റോസാപ്പൂ സമർപ്പിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് പോകുന്ന വിധത്തിലുള്ള ഒരു ഭക്ത അഭ്യാസം, ഭക്തരീതി, പ്രാർത്ഥന രീതി ആരംഭിച്ചു. അങ്ങനെയാണ് റൊസാരിയം എന്നൊരു വാക്കുണ്ടാവുകയും, റോസാപ്പൂക്കൾ എന്നുള്ള അതിന്റെ കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് റൊസാരി എന്നൊരു വാക്കുണ്ടാവുകയും അതാണ് പിന്നീട് റോസറി എന്ന വാക്കായിട്ട് മാറുകയും ചെയ്തത്. ഇനി നമ്മൾ റോസറി അല്ലെങ്കിൽ ജപമാല എന്നതുപോലെ തന്നെ കൊന്ത എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. കൊന്ത എന്ന വാക്ക് ശരിക്കും പോർച്ചുഗീസ് വാക്കാണ്, പോർച്ചുഗീസ് ഭാഷയിൽ നിന്നുള്ളൊരു വാക്കാണ്. അതിന്റെ അർത്ഥം കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, അല്ലെങ്കിൽ കണക്ക് എന്ന വാക്ക്, എണ്ണുക എന്നുള്ള വാക്ക്, ഇതിന്റെയൊക്കെ ഈ ഒരു അർത്ഥത്തിലാണ് കൊന്ത എന്ന വാക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ശരിക്കും ജപമാല എണ്ണം പിടിക്കാൻ, എണ്ണിച്ചൊല്ലാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ അതിന് പുറത്ത് ജപമാല ഭക്തരെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കേവലം എണ്ണം പിടിക്കാനുള്ള ഒരു ഉപകരണം മാത്രമല്ല ഇന്ന് ജപമാല. അതിനൊക്കെ അപ്പുറത്ത് ഇത് പരിശുദ്ധ അമ്മയുടെ ഓർമ്മ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ബാഹ്യമായ അടയാളം കൂടെയാണ്. മാത്രമല്ല പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങളുടെയൊക്കെ ഒരു ബാഹ്യ അടയാളമായും ഇന്ന് ജപമാല അഥവാ കൊന്ത എന്ന ഈ എണ്ണം പിടിക്കാൻ ഉപയോഗിക്കുന്ന ഈ വസ്തു ആ വിധത്തിൽ നമ്മൾ വിശ്വാസികൾ അതിനെ മനസ്സിലാക്കുന്നു, സ്നേഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് വിവാഹ കൂദാശ ആശീർവദിക്കുമ്പോൾ സമ്മാനമായിട്ട് ജപമാല കൊടുക്കുന്നൊരു രീതിയുണ്ട്. ഇതുപോലെ ആദ്യ കുർബാന സ്വീകരണം കഴിയുമ്പോൾ കുട്ടികൾക്ക് ഈ ജപമാല കൊടുക്കുന്ന രീതിയുണ്ട്. കാരണം മറിയത്തിന്റെ സാന്നിധ്യം ഒപ്പമുണ്ട് എന്നത് പ്രതീകാത്മകമായി, ബാഹ്യ അടയാളമായി അതിലൂടെ അവതരിപ്പിക്കപ്പെടുകയാണ്, സ്വീകരിക്കപ്പെടുകയാണ്. പിന്നെ മാതാവിന്റെ മധ്യസ്ഥിൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു അതിനൊരു ബാഹ്യ അടയാളമായി കൂടെ ഇതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതോടൊപ്പം തന്നെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, സിസ്റ്റേഷ്യൻ സന്യാസിമാരാണ് 15 രഹസ്യങ്ങൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ദിവ്യ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന ഒരു രീതി ആരംഭിച്ചത്. ഓർക്കുക, ആരംഭകാലം മുതൽ തന്നെ ഈ സങ്കീർത്തനങ്ങൾ 150 എണ്ണം ചൊല്ലിയിരുന്നത് തന്നെ യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടാണ്. സങ്കീർത്തനം പഴയ നിയമത്തിലെ പുസ്തകമാണെങ്കിൽ തന്നെയും യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര സംഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങളും ക്രൈസ്തവ സന്യാസികൾ ആരംഭത്തിൽ ചൊല്ലിയിരുന്നത്. ഇതുപോലെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന 150 തവണ ചൊല്ലിയിരുന്നപ്പോഴും യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ചിരുന്നു. എന്നാൽ അത് 15 ദിവ്യ രഹസ്യങ്ങളായി 10 കഴിയുമ്പോൾ ഒരെണ്ണം വീതം അങ്ങനെ കൃത്യം ക്രമമായ ഓർഡറായി അത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുന്നത് സിസ്റ്റേഷ്യൻ സന്യാസിമാരാണെന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതുകൂടാതെ കർത്തൂസ്യൻ സന്യാസിമാരും ഡൊമിനിക്കൻ സന്യാസിമാരും ഇന്നത്തെ രീതിയിലുള്ള, ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ നമ്മൾ ചൊല്ലുന്ന രീതിയിലുള്ള ജപമാല ഏറെ ലോകമൊട്ടുക്ക് കത്തോലിക്കർക്കിടയിൽ പ്രചരിപ്പിച്ചതിന് ഏറ്റവും പ്രധാനമായി പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1521 ഇന്ന് കാണുന്ന വിധത്തിലുള്ള ജപമാലയ്ക്ക് ഒരു ഔദ്യോഗികമായ അംഗീകാരം സഭയിൽ ഉണ്ടാകുന്നത്. ഔദ്യോഗികമായ അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമായ പ്രചാരത്തിലിരുന്നൊരു ഭക്തിയായിരുന്നു. പ്രത്യേകിച്ചും സാധാരണ മനുഷ്യർക്കിടയിൽ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ ജനങ്ങൾ സ്വീകരിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു ഈ ജപമാല പ്രാർത്ഥനയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. 1569 പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ഈ 150 നന്മ നിറഞ്ഞ മറിയത്തോടൊപ്പം തന്നെ 3 നന്മ നിറഞ്ഞ മറിയം ആരംഭത്തിൽ കൂട്ടിച്ചേർക്കുകയും അങ്ങനെ 153 മണി ജപം എന്ന വിധത്തിൽ ആയി തീരുകയും ചെയ്തു. മാത്രമല്ല ലൂർദിലും ഫാത്തിമായിലും പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുമ്പോൾ ദർശനം ലഭിച്ച വ്യക്തികൾക്ക് കാണാൻ സാധിച്ചത് കയ്യിൽ ജപമാലയുമായി നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. ഈ വാർത്ത പ്രചരിച്ചതോടുകൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ജപമാല പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളൊരു പ്രാർത്ഥനയായി സാധാരണ മനുഷ്യർക്കിടയിലും അതുപോലെ സന്യസ്തരുടെയും സമർപ്പിതരുടെയും വൈദികരുടെയും ഒക്കെ ഇടയിൽ ഇത് അങ്ങേയറ്റം പ്രചാരം സിദ്ധിച്ച ഒരു പ്രാർത്ഥനയായി പിന്നീട് രൂപപ്പെടുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കുക, 14-ാം നൂറ്റാണ്ട് വരെ സന്തോഷ രഹസ്യങ്ങൾ മാത്രമേ ധ്യാനിച്ചിരുന്നുള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 14-ാം നൂറ്റാണ്ടിൽ ദുഃഖരഹസ്യങ്ങൾ പിന്നീട് അതോടുകൂടെ ചേർക്കപ്പെടുകയും കാലഘട്ടങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഓരോ കാലഘട്ടങ്ങൾ കഴിയും തോറും മിശിഹായുടെ ജനന ജീവിത മരണ ഉത്ഥാന രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇതിനോട് ആഡ് ചെയ്യപ്പെടുകയും പ്രത്യേകിച്ച് നമുക്കറിയാം പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ കൂടെ
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചേർത്ത് വെച്ച് അങ്ങനെ 20 ദിവ്യരഹസ്യങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ജപമാല ചൊല്ലാറുള്ളത്. അങ്ങനെ കാലഘട്ടങ്ങൾ ഓരോന്ന് കഴിയും തോറും പതുക്കെ ഇവോൾവ് ചെയ്ത് രൂപമാറ്റം സംഭവിച്ച് ഇന്ന് കാണുന്ന വിധത്തിലുള്ള പ്രാർത്ഥനാ രീതിയായി മാറിയ അനുഗ്രഹീതമായൊരു പ്രാർത്ഥനയായി ജപമാല പ്രാർത്ഥനയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ 1483 ജപമാല പുസ്തകം എന്ന പേരിൽ ഒരു ഡൊമിനിക്കൻ സന്യാസി ഒരു പ്രാർത്ഥനാ പുസ്തകം ഔദ്യോഗികമായ അംഗീകാരത്തിന് സമർപ്പിക്കുകയും അംഗീകാരമൊക്കെ കിട്ടുകയും അതുപോലെ തന്നെ ആ പ്രാർത്ഥനയിൽ മനുഷ്യരുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുന്ന രീതിയൊക്കെ ഇതിനോടനുബന്ധിച്ച് ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജപമാലയുടെ ഉത്ഭവം, ജപമാലയുടെ ചരിത്രം, അത് വന്ന വഴിയും രീതിയും ഒക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ജപമാല ഭക്തർ, മരിയ ഭക്തർ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കറിയാം ജപമാല രാജ്ഞിയുടെ തിരുനാൾ അത് ആഘോഷിക്കപ്പെട്ടത് എന്ന് മുതലാണ് 1571 മുതലാണ്, ഒക്ടോബർ മാസം 7-ാം തീയതി മുതലാണ് ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഗോള സഭയിൽ ആഘോഷിക്കുന്ന രീതി ആരംഭിച്ചത്. പയസ് 5-ാമൻ മാർപ്പാപ്പയാണ് ഈ തിരുനാൾ പ്രഖ്യാപിക്കുന്നതും ആ വർഷം മുതൽ എല്ലാ വർഷവും ഒക്ടോബർ 7-ാം തീയതി ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. അതിന്റെ പുറകിലുമുണ്ട് ഒരു വലിയ ചരിത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. എന്താണ് അതിന്റെ പുറകിലുള്ള ചരിത്രം? യൂറോപ്പിനെ ആക്രമിക്കാൻ വന്ന തുർക്കി സൈന്യം ആ കാലഘട്ടം അതുവരെ ഒരിക്കൽ പോലും പരാജയം നേരിടാത്ത സൈന്യമായിരുന്നു തുർക്കിയുടെ നാവികസേന. യൂറോപ്പ് മുഴുവൻ ആക്രമിക്കപ്പെടുന്നു, റോം ആക്രമിക്കപ്പെടുന്നു. അതോടെ റോം തകർന്നു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമായേക്കാവുന്നൊരു സംഭവമായി തീരുമെന്നതിനാൽ തന്നെ യൂറോപ്പിലെ ജനങ്ങൾ മാത്രമല്ല, റോമിലെ ജനങ്ങൾ മാത്രമല്ല, യൂറോപ്പിലെ കത്തോലിക്കർ മാത്രമല്ല, ലോകമൊട്ടുക്കുള്ള എല്ലാ കത്തോലിക്കരും ആകുലതയോടെ ഉത്കണ്ഠയോടെ നോക്കിക്കണ്ട ഒരു സംഭവമായിരുന്നു ഈ യുദ്ധം, തുർക്കികൾ യൂറോപ്പിനെ ആക്രമിച്ച യുദ്ധം. അപ്പോൾ തുർക്കിയിലുള്ള വിശുദ്ധ സഖ്യം എന്നറിയപ്പെടുന്ന യൂറോപ്പിലെ സേന, വിശുദ്ധ സഖ്യം എന്നറിയപ്പെടുന്ന ഏതാനും രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു സഖ്യം അല്ലെങ്കിൽ ഒരു സേന, അത് വളരെ ചെറുതായിരുന്നു. മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴിൽ വരുന്ന സൈന്യവും ഇതിനോട് ചേർന്നിരുന്നു. അത് വളരെ ചെറിയ സേനയായിരുന്നു. അവർക്കൊരിക്കലും തങ്ങളെക്കാൾ 3 ഇരട്ടി വരുന്ന തുർക്കി നാവികസേനയോട് പിടിച്ചു നിൽക്കുക മാനുഷികമായ രീതിയിൽ പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരാജയം സുനിശ്ചിതമായ ഘട്ടത്തിൽ മാർപ്പാപ്പ ലോകമൊട്ടുക്കുള്ള എല്ലാ കത്തോലിക്കരോടും കത്തോലിക്ക സഭയുടെ നിലനിൽപ്പിന്റെ തന്നെ ഒരു ഭാഗം എന്ന നിലയിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ ജപമാല ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയാണ്. ലോകമൊട്ടുക്ക് മരിയ ഭക്തർ, ജപമാല ഭക്തർ, കത്തോലിക്കർ അതിതീക്ഷ്ണമാ ഭക്തിയിൽ ജപമാല ചൊല്ലി ഈ യുദ്ധവിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ലെബാൻഡോ കടലിടുക്കിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ അത്ഭുതകരമായ വിധത്തിൽ തുർക്കി സൈന്യം പരാജയപ്പെടുകയും നിശേഷം പരാജയപ്പെടുകയും അവർക്കുണ്ടായിരുന്ന കപ്പലുകൾ മുഴുവൻ നശിക്കുകയും അനേകര് അതിലൂടെ മരണപ്പെടുകയും വിശുദ്ധ സഖ്യം വിജയിക്കുകയും ചെയ്തു. അതിന്റെ നന്ദി സൂചകമായി മാർപ്പാപ്പ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിജയ വാർത്തയുമായി വ്യക്തികൾ കടന്നു വന്ന് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അതിന്റെ നന്ദി സൂചകമായി വിശ്വാസികൾക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുള്ളത്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് എന്ന്. അതിന്റെ നന്ദി സൂചകമായി ജപമാല രാജ്ഞിയുടെ തിരുനാളായി ഈ വിജയിച്ച ദിവസം ഒക്ടോബർ 7-ാം തീയതി അന്നു മുതൽ ജപമാല രാജ്ഞിയുടെ തിരുനാളായി ആഘോഷിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഈ ജപമാല രാജ്ഞിയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട ചരിത്രം. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ തിന്മയുടെ ശക്തികളും തിന്മയുടെ സ്വാധീനങ്ങളും ഒക്കെ ഉപദ്രവവും ശല്യവുമായിട്ടൊക്കെ വരുമ്പോൾ നമ്മളെടുത്ത് ഉപയോഗിക്കേണ്ട ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് ജപമാല എന്ന് തിരിച്ചറിയുക. ജപമാലയുടെ സുവിശേഷ അധിഷ്ഠിതമായ പ്രാർത്ഥനയായി അല്ലെങ്കിൽ അതിന്റെ ദൈവശാസ്ത്ര അടിത്തറ മനസ്സിലാക്കാൻ സുവിശേഷ അടിസ്ഥാനമായ പ്രാർത്ഥനയായി ജപമാലയെ നമ്മളൊന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ജപമാല ആവർത്തിച്ച് ചൊല്ലുമ്പോൾ, നന്മ നിറഞ്ഞ മറിയുമാണല്ലോ ആവർത്തിക്കുന്നത്, പലർക്കും ഒരു തോന്നലുണ്ട് ഒരു ബോറടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. കാരണം ഇത് തന്നെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആവർത്തിച്ച് ഒരു കാര്യം ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ ആവർത്തിച്ച് ചൊല്ലുന്ന രീതി, പ്രാർത്ഥനാ ശൈലി, പ്രാർത്ഥനാ രീതി മിക്കവാറും എല്ലാ മതങ്ങളിലുള്ള പ്രാർത്ഥന രീതിയാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞു. കാരണം ഒരു പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അത് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം അത് ചൊല്ലാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ ആവർത്തിച്ചു ചൊല്ലുന്നത് ആഴമായ ദൈവാനുഭവം സമ്മാനിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ചില ആവർത്തനങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ശ്വാസോച്ഛ്വാസം. ജനിച്ച അന്നു മുതൽ മരിക്കണ സമയം വരെ ബ്രീത്തിങ്,
ശ്വാസോച്ഛ്വാസം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ജീവൻ നിലനിർത്തേണ്ട ആവശ്യമാണ്. എന്നതുപോലെ ആത്മാവിന്റെ ജീവൻ നിലനിർത്തുന്ന പ്രാണവായു പോലെ ജപമാല പ്രാർത്ഥനയെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കണം. നമുക്ക് വെറുതെ ജപമാലയെ കുറിച്ചൊന്ന് പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകളൊന്ന് പറയുകയാണെങ്കിൽ, കൊന്തയിലെ കുരിശിൽ പിടിച്ച് കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ സത്യങ്ങൾ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വാസ പ്രമാണ ജപത്തിലൂടെ നമ്മൾ ജപമാല ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറയും. കാരണം ഈ വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ചെല്ലാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. അത് ചൊല്ലുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയുകയും ചെയ്യും. കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ സത്യങ്ങളാണ് വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മൾ ചൊല്ലുന്നത്. പിന്നെ ചൊല്ലുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതിനാൽ തന്നെ ഏറ്റവും വിശിഷ്ടമായ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെന്ന് നമുക്കറിയാം. പിന്നെ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന രക്ഷയുടെ ആദ്യ വചനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനമാണത്. ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. 10 നന്മ നിറഞ്ഞ പറയും ചൊല്ലിക്കഴിയുമ്പോൾ തൃത്വസ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മൾ സ്തുതി അർപ്പിക്കുന്നു. അതിനുശേഷം ചൊല്ലുന്ന ഓയൻ ഈശോ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഫാത്തിമായിൽ ഇടയക്കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് മറിയം തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. ശുദ്ധീകരണാത്മാക്കൾക്കും ലോകം മുഴുവനുള്ള പാപികൾക്കും വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്, മധ്യസ്ഥ പ്രാർത്ഥനയാണ് അത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്ന ദിവ്യരഹസ്യങ്ങൾ, 20 ദിവ്യരഹസ്യങ്ങൾ. സമ്പൂർണ്ണ ജപമാലയിൽ 20 ദിവ്യരഹസ്യങ്ങൾ യേശുവിന്റെ ജനന, ജീവിത, മരണ, ഉത്ഥാന രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവസാനത്തെ അല്ലെങ്കിൽ ആ 20 എണ്ണത്തിൽ 2 എണ്ണം മാത്രം മറിയത്തിന്റെ സ്വർഗാരോപണം, മറിയത്തിന്റെ സ്വർഗരാജ്ഞിപദം, അത് മാത്രമാണ് മറിയത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ച 2 ദിവ്യരഹസ്യങ്ങളായിട്ട് പറയാൻ സാധിക്കുള്ളൂ. ബാക്കിയെല്ലാം തന്നെ യേശുവിന്റെ ജീവിത രഹസ്യങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥനയായി നമുക്കിത് മനസ്സിലാക്കാം. കാരണം വിശുദ്ധ കുർബാനയിൽ നമ്മൾ യേശുവിന്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും ഒക്കെ കൗദാശികമായി ഓർക്കുകയും ആചരിക്കുകയും അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇതേ കാര്യം തന്നെ കൗദാശികമായിട്ടല്ലെങ്കിലും നമ്മൾ ഇതാ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നു. ആ അർത്ഥത്തിൽ ഇത് കുടുംബങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന കുർബാന എന്ന വിധത്തിൽ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ പിതാക്കന്മാർ ഈ ജപമാല പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി ഓർക്കുക, നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന അത് സത്യത്തിൽ വചനമാണ്, വചനത്തിന്റെ ആവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. എവിടെയാണ് നമ്മൾ കാണുക? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ. ദൂതം എന്ന് പറയുന്ന വാക്ക്. ഇതിനെയാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നു 1-ാം അധ്യായം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന് 42-ാം വാക്യം, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരബലം അനുഗ്രഹീതം. അപ്പൊ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ പ്രാർത്ഥന വചനമാണ്, വചനത്തിലുള്ള കാര്യമാണ്. ഇനി മൂന്നാമത് 1-ാം അധ്യായത്തിൽ 43-ാമത്തെ വാക്യം, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എലിസബത്ത് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് തുടർന്ന് നമ്മൾ ചൊല്ലുന്നത്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ഈ വചനത്തിൽ നിന്നുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനസ്സിലാക്കിയത് വചനമാണ്. ഇനി ഗബ്രിയേൽ ദൈവദൂതൻ ദൈവപിതാവിന്റെ വാക്കുകളാണ് അറിയിക്കുന്നത്. എലിസബത്ത് പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ് ഉച്ചരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന് ശേഷം എലിസബത്ത് പറയുന്ന വാക്കുകളാണ്. അപ്പോൾ സാക്ഷാൽ ദൈവപിതാവ് ഗബ്രിയേൽ ദൂതനിലൂടെയും പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെയും അരുളി ചെയ്ത വാക്കുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഇത് രക്ഷയുടെ ആദ്യ വചനമാണ്. എന്തിൽ നിന്നുള്ള രക്ഷ? പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, തിന്മയിൽ നിന്ന്, തടക്കദോഷങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്നൊക്കെയുള്ള രക്ഷ രക്ഷയുടെ ആദ്യ വചനമായി. കാരണം ദൂതം വരുന്നത് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയാനാണല്ലോ. അപ്പൊ രക്ഷയുടെ ആദ്യ വചനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷ സ്വീകരിക്കാനുള്ള ഒരു പ്രധാന മാർഗമായി കൂടെ നമുക്കിതിനെ മനസ്സിലാക്കാം. മാത്രമല്ല, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന് നമ്മളിതിൽ പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാപികളായതുകൊണ്ട് തന്നെ സകലർക്കും വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായി ഇതിന് മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജപമാല ഭക്തരെ, മരിയ ഭക്തരെ, കത്തോലിക്ക മതവിശ്വാസികളെ, ജപമാല പ്രാർത്ഥന നെഞ്ചോട് ചേർത്ത് പിടിക്കുക, ശ്വാസത്തിന്റെ ഭാഗമാക്കി മാറ്റുക. സാധിക്കുന്നത്ര ജപമാല ചൊല്ലി 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 പ്രാർത്ഥിച്ച് 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 കൃപ കൊണ്ട് നിറയുക. പരിശുദ്ധ ജപമാല രാജ്ഞി നമുക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ, നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.